റേഷൻ വാതിൽപ്പടി വിതരണക്കാരുടെ സമരം പിൻവലിച്ചു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ തുക വിതരണം ചെയ്യാമെന്ന് ഭക്ഷ്യമന്ത്രി പ്രഖ്യാപിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. ജനുവരി 1 മുതൽ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലാണ്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ഒടുക്കം ഈ സമരം പിൻവലിച്ചത് എങ്ങനെയാണ്? എന്തെല്ലാം ഉറപ്പുകൾ ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്? സൈഫുദ്ദീൻ, വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ രംഗം കടന്നു പോകുന്നത്. ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരത്തിലാണ്. അവർക്ക് ഒക്ടോബർ, സെപ്റ്റംബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലെ ഈ റേഷൻ വാതിൽപ്പടി വിതരണം നടത്തിയതിന്റെ തുക കുടിശ്ശികയാണ്. ആ തുക നൽകാതെ വന്നതോടുകൂടിയാണ് ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരം തുടങ്ങിയത്. ഈ സമരത്തെ തുടർന്ന് ഈ മാസത്തെ റേഷൻ വിതരണത്തെ പോലും അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് 14,000-ഓളം വരുന്ന റേഷൻ കടകളിൽ ഈ ഭക്ഷ്യധാന്യങ്ങളുടെ കുറവടക്കം ഉണ്ടാവുകയും ചെയ്തു. അതിന് കാരണം ഈ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരം തുടങ്ങിയതാണ്. കാരണം അവർക്ക് കഴിഞ്ഞ 4 മാസമായിട്ട് തുക കുടിശ്ശിക സമരം പ്രഖ്യാപിച്ചത്. ആ സമരമാണ് ഇന്നിപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിലുമായി നടത്തിയ തുക നൽകാമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ ഇപ്പോൾ റേഷൻ വാതിൽപ്പടി വിതരണക്കാർ ഉറപ്പുകളിൽ നിന്ന് ധാന്യങ്ങൾ എത്തിക്കാമെന്നുള്ള ഉറപ്പ് കൂടി റേഷൻ വാതിൽപ്പടി വിതരണക്കാർ നൽകിയിട്ടുണ്ട്. അതേസമയം ഇൻകട റേഷൻ വ്യാപാരികൾ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രി GR അനിലുമായിട്ടും ധനമന്ത്രി KN റേഷൻ വാതിൽപ്പടി വിതരണക്കാർ സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി ഷിജോ.